അവരെ തീർക്കണം. എന്തു പറ്റി? ഒന്നുമില്ല, ആക്സിഡന്റ്. മരിച്ചുപോയി എല്ലാവരും. നിന്റെ അടി കൊണ്ടപ്പോഴേ മരിച്ചുപോയി കാണും. ആക്സിഡന്റിന് എന്തിനാടാ ആസക്തി? പോ. എന്തിനാടാ എന്നോട് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞാ നീ അടിക്കും, വരണ്ടാന്ന് പറഞ്ഞാ അവൾ അടിക്കും. ഏതവള്? ജെറ്റ്ലി പോലീസ് വേഷം ഇട്ട പോലെയുണ്ട്, കണ്ടില്ലേ? എടുക്ക്, ലൈസൻസ് എടുക്ക്. ലൈസൻസ്? ആരോടാ ലൈസൻസ് ചോദിക്കുന്നേ? എന്തായി ചെയ്യുന്നേ? ആളറിയാതെയാണല്ലോ കളിക്കുന്നത്. സംഗതി കൊളവാകുന്ന ലക്ഷണവാ. ലൈസൻസ് എടുക്ക്. ഇതെല്ലാം കണ്ടതാ, കൊറേ കണ്ടതാ. എന്താ പേടിപ്പിക്കാണോ? ഇഷ്ടപ്പെട്ടാ നെഞ്ചോട് ചേർക്കും, അല്ലെ വെട്ടിക്കളയും ഞാൻ. അന്ന് മുമ്പില് ഇപ്പൊ പുറകിലായി. പോലീസിന്റെ പിടുത്തം അറിയാലോ. ഇവനാണോ വേദന എടുക്കാൻ പോകുന്നത്? നല്ല ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എടുത്തു കഴിഞ്ഞു. എനിക്കെന്താടാ കുഴപ്പം? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്തിനാ നീ പെണ്ണ് കാണാൻ വന്നേ? അന്നേരം ഇഷ്ടായിരുന്നു, ഇപ്പൊ ഇഷ്ടല്ല. അതാ ചോദിച്ചേ. അന്ന് ഞാൻ ഡ്രസ്സില്ലാതല്ലേ കണ്ടത്, അപ്പൊ ഇഷ്ടായി. ഇപ്പൊ ഡ്രസ് ഉള്ളത് കൊണ്ട് ഇഷ്ടമല്ല. ഡ്രസ്സില്ലാതെ കണ്ടെന്ന്? എവിടെ, എപ്പോ കണ്ടായിരുന്നല്ലേ? കണ്ടോടി, കലികാലം കണ്ടോ? എങ്ങനെയൊക്കെയാ പെണ്ണ് കാണുന്നത് നോക്കടി. നീയും വന്ന് നിന്നല്ലോ 8 മുഴവും ചുറ്റിക്കൊണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. എന്താടാ നീ പറയുന്നേ? അന്ന് ഇയാള് കാക്കി ഡ്രസ് ഇല്ലാതെ നിന്നപ്പോ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കാക്കി ഉടുപ്പല്ലേ ഇട്ടേക്കുന്നേ, അതുകൊണ്ട് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ചപ്പ കൂതറ ഫിഗറിനെ പോലും എനിക്ക് ഇഷ്ടാകും. എന്നാ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലേ എനിക്കിഷ്ടേ അല്ല. കൂതറയാണെന്നോ? ഇന്ന് നിന്നെ ശരിയാക്കിട്ട് തന്നെ കാര്യം. വെടിവെക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ആരാ? പ്രശ്നമാകും. വേണ്ട, അങ്ങനെ ഒരു പക്ഷേ ആകുകയാണെങ്കിൽ അയ്യേ, വെടി തീർന്നോ? ഷൂട്ട് ചെയ്തല്ലേ, ഓപ്പൺ ആയല്ലോ. ബ്ലീഡിങ്. പൊക്കോ. അയ്യോ ദൈവമേ.
ഓക്കെ സാർ. എന്താ പുതിയ കമ്മീഷണറാണോ? ചേട്ടനെ കാണാൻ വന്നതാണോ? അല്ലാതെ സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. എന്താ അറസ്റ്റ് ചെയ്യാനോ? എവിടുന്ന് വന്നാടാ കമ്മീഷണർ? എന്താ എന്താ വിചാരിച്ചേക്കുന്നത്? വെട്ടടാ അവനെ. ഞാൻ ആരാണെന്ന് അവൻ അറിയില്ലേ? തന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കാൻ വന്നതാ. മധുരയ്ക്ക് വന്നുവെങ്കിൽ മീനാക്ഷിയെ തൊഴുതിട്ട് മട്ടനും ദോശയും കഴിച്ചിട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോകാവല്ലേ? മിനിസ്റ്ററോട് പറ, സിഎമ്മിന് ഫോൺ ചെയ്യാം. വാറണ്ടുണ്ടോ? പോകുന്ന വഴിക്ക് തരാം. ശിവ, കൈവിട്ട ആയുധവും വാക്കും തിരിച്ചെടുക്കാനാവില്ല. ആദ്യം നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ? നിന്റെ കൂടെ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടും തനിച്ചാ വന്നത്. ആ ധൈര്യം നിനക്കുണ്ടോ? പോകാം, വാ. പറ്റുമെങ്കിൽ അകത്താക്കി നോക്ക്. അതെ അച്ഛാ, അതെ വേണ്ട വേണ്ട അച്ഛാ. ശക്തി, എന്താ പറഞ്ഞേ? കമ്മീഷണറാ. നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അവിടെ? ചേട്ടാ, ഞാൻ കോടതിയിലുണ്ട്. ഇവിടെ വന്നില്ലല്ലോ ചേട്ടാ. ഞാനും കേട്ടായിരുന്നു മോനെ. സാറിന് ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. എവിടെയാണ് അച്ഛനിപ്പോ ഉള്ളത്? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കമ്മീഷണർ ഓഫീസിലും പോയിട്ടില്ല, കോർട്ടിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല. പിന്നെ അച്ഛൻ എവിടെയാണ്? എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അമ്മേ, ഇറങ്ങ്. എത്ര വലിയ ആളാണെങ്കിലും ഇറക്കും. അതാണ് പോലീസ്. അകത്തിട്ടാൽ ആ നിമിഷം തന്നെ പുറത്തു വരുമല്ലോ. അതുകൊണ്ട് തന്നെയാ 5 മണിക്കൂർ എന്റെ കസ്റ്റഡി വെച്ചത്. ഒരു പോലീസിന് ക്രിമിനലായി ചിന്തിക്കാം, പക്ഷെ ഒരു ക്രിമിനലിന് പോലീസിനെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. എനിക്ക് ശബ്ദം ഇഷ്ടമല്ല, അതും നിന്നെ പോലുള്ളവന്റെ ശബ്ദം ഒട്ടും ഇഷ്ടമല്ല. എന്റെ പരിധിയിലുള്ള സ്ഥലം ക്ലീൻ ആയിരിക്കണം. എനിക്ക് പേടിയില്ല. പോലീസ് എന്ന് പറയുന്നത് ഒരാളല്ല. ഞാൻ പോയാൽ വേറൊരാൾ, ഒരാൾ പോയാൽ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നീ ഒരാളേ ഉള്ളൂ. പേടി നിന്നെ വിട്ടു പോകില്ല. ഇത് കാണുമ്പോഴെല്ലാം നിനക്ക് അറസ്റ്റിന്റെ ഓർമ്മ വരണം. തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് തോന്നണം. ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർക്കുകയാണോ? പെരുവടിയിൽ വന്നെങ്കിലേ നിനക്കെല്ലാം മനസ്സിലാകൂ. കുത്തിയിരുന്ന് ആലോചിക്ക്. എന്നും പോലീസിന് താഴെ തന്നെയാ ശിവൻ.
ചോദിച്ചു കേട്ടില്ലടാ. കൈവച്ചത് കൊണ്ട് കൈ ഞാൻ വെട്ടുന്നത് ജയിലിലിട്ടിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ തല ഞാൻ എടുത്തേനെ. എന്നാ എടുത്തു നടു റോഡിലിരുന്ന് ആലോചിക്ക്. പോലീസ് എന്നല്ല, എന്റെ അച്ഛനേക്കാൾ വലുതായിട്ട് ആരും ഉണ്ടാവരുത്. അവന്റെ കൈ വെട്ടിയത് കൊണ്ടായില്ല, കൊല്ലേണ്ടതായിരുന്നു. എത്ര പേരെ കൊല്ലും? പേടിയോ? ശിവന് പേടിയോ? പറഞ്ഞല്ലോ അവനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്ന്. അവൻ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന പാമ്പാണ്. ഒന്ന് തീർത്താൽ ആ സ്ഥാനത്ത് വേറൊന്നു വരും. പ്രശ്നം പാമ്പല്ല, അതിരിക്കുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരണം. അതിന് കള്ളനും പോലീസും കളിയിൽ കള്ളൻ നമ്മുടെ ആളാവണം, പോലീസും നമ്മുടെ ആളായിരിക്കണം. മനസ്സിലായില്ല. ഒരു പോലീസ് ക്രിമിനലായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ കാണിച്ചു തന്നു. ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം. അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. ആരാ? ശിവൻ രൂപമെങ്കിൽ അവൻ നിഴല. എന്ത് നേരിടാൻ വേണ്ടി ഉരുക്കുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാ. വേറെ ആരാണ്? എന്റെ ശക്തി.